അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കാമോ? അത്താഴം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? അത്താഴം കഴിച്ചില്ലെങ്കിൽ നോമ്പ് ശരിയാകുമോ? എല്ലാം നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച നടത്താം. വെൽക്കം ബാക്ക് ടു നവാസ് സ്റ്റോറി വേൾഡ് യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, ചില മനുഷ്യർ അത്താഴം കഴിക്കാതെ നോമ്പ് പിടിച്ച് അതിൽ അഭിമാനം പറയുന്നവർ ഉണ്ട്. ഞാൻ അത്താഴം കഴിക്കാതെ നോമ്പ് പിടിച്ചു. എന്നാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരം അത്താഴം കഴിക്കുന്നത് പുണ്യകർമ്മമാണ്. മുത്തുനബിയുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്: നിങ്ങൾ അത്താഴം ഉണ്ണുക, തീർച്ച അത്താഴത്തിൽ ബറക്കത്ത് ഉണ്ട്. ബുഖാരി, മുസ്ലിം. നോക്കൂ സഹോദരങ്ങളെ, ഹദീസിൽ വന്നത് അത്താഴത്തിൽ ബറക്കത്ത് ഉണ്ടെന്നാണ്. അത്താഴം എന്നത് കേവലം വയറു നിറക്കുന്ന വിഷയം മാത്രം അല്ല. അത്താഴം എന്നത് പുന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കൂടിയാണ്. ഈ റമദാൻ മാസത്തിൽ ഒരു സുന്നത്തെടുത്താൽ ഒരു ഫർളിൻ്റെ കൂലിയാണ് ലഭിക്കുക. അതുകൊണ്ട് അത്താഴം എന്ന സുന്നത്തിനെ ആരും കൈവിടരുത്. അത്താഴത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഞാൻ മുകളിൽ പറഞ്ഞ ഈ ഒരു ഹദീസ് മതി. അത്താഴം എന്നുള്ളത് നമ്മുടെ നോമ്പിന് ശക്തി കൂട്ടുന്ന ഒരു കാര്യമാണ്. സഹരി, അത്താഴം ഉപേക്ഷിക്കുന്നവർ ഒരു കാര്യം ഓർത്തുവെക്കുക: നിങ്ങൾ ഉപേക്ഷിക്കുന്നത് മുത്തുനബിയുടെ സുന്നത്തിനെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരികളോട് ഒരു കാര്യം പറയട്ടെ: നിങ്ങൾ വലിയ ശക്തിയുള്ള ആളുകൾ ആയിരിക്കാം, അത്താഴം കഴിക്കാതെ നോമ്പ് പിടിക്കാൻ നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. എന്നാലും മുത്തുനബിയുടെ സുന്നത്ത് കിട്ടാൻ വേണ്ടി 3 കാരക്കയെങ്കിലും കഴിക്കുക, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. പരിശുദ്ധനായ അള്ളാഹു ഞങ്ങൾ പിടിച്ച നോമ്പിനെ എല്ലാം സ്വീകരിക്കട്ടെ. ഈ ഒരു നല്ല കാര്യം എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അള്ളാഹു ഇതിനെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.